തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. ക്രൈസ്തവ സഭയുടെ 40ഓളം വർഷത്തെ ചരിത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ. ഈ പുസ്തകത്തിൽ ശാരീരിക വൈകല്യമുള്ള ഒരാളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഈ മനുഷ്യന് യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ സൗഖ്യം ലഭിച്ചു. പത്രോസാണ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. ഈ സംഭവാനന്തരം അവൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ പരിണാമം ശ്ലാഘനീയം തന്നെയാണ്. അതിൽ ഒരെണ്ണം ഇന്ന് ചിന്തിക്കാം എന്ന് കരുതുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഈ വേദഭാഗത്തു നിന്ന് ദൈവാത്മാവ് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസത്താൽ കർത്താവിൽ നിന്ന് നന്മ പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ദാസന്മാരോട് ചേർന്ന് നിൽക്കണം. പത്രോസും യോഹന്നാനും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരാണ്. അവരോട് ചേർന്ന് നിന്നത് അനുഗ്രഹമല്ലേ? ഇന്ന് പ്രഭാതത്തിൽ ദൈവത്താൽ നിയുക്തരായ ദൈവദാസന്മാരോട് നാം ചേർന്ന് നിൽക്കണം. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നവരാണ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. ആദിമ നൂറ്റാണ്ടിലെ ഈ മാതൃക നമുക്കൊരു വെല്ലുവിളി ഉയർത്തട്ടെ. കർത്താവ് സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.